ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നത് അങ്ങനെ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ നൂതില ചെരുപ്പ് കമ്പനി ടാസ്കിൽ നൂറ തോറ്റിരിക്കുന്നു. ബിഗ് ബോസ് അക്ബറിന്റെ ഗ്രൂപ്പിൽ കൂടി നൂറയെ തോൽപ്പിച്ചു. അങ്ങനെയാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. 3 ദിവസം മുമ്പ് ഈ ടാസ്ക് കൊടുത്തപ്പോൾ തന്നെ ഇതിന്റെ റിസൾട്ട് എന്തായിരിക്കണമെന്ന് ബിഗ് ബോസ് തീരുമാനിച്ചിരുന്നു. കാരണം ടാസ്കിനിടയിൽ അമ്മാതിരിയുള്ള പണികളാണ് ബിഗ് ബോസ് നൂറയ്ക്ക് കൊടുത്തിരുന്നത്. നൂറയുടെ സ്ഥാനത്ത് അനീഷാണെങ്കിൽ ബിഗ് ബോസിന്റെ ഈ കളികളൊന്നും നടക്കില്ലായിരുന്നു. ആദ്യത്തെ ദിവസം നൂറ എന്താണ് ചെയ്തത്? കയ്യിലുണ്ടായിരുന്ന 2 ബ്ലാക്ക് കോയിൻ ആർക്കും കൊടുത്തില്ല. അത് സ്വന്തം കയ്യിൽ തന്നെ വെച്ചു. പിന്നീട് ബിഗ് ബോസ് നൂറയുടെ കയ്യിൽ പിറ്റേ ദിവസം 3 ബ്ലാക്ക് കോയിൻ കൊടുത്തു. എന്നാൽ ആ 3 ഒരാൾക്ക് കൊടുക്കണ്ടേ? അത് സ്പ്ലിറ്റ് ചെയ്ത് അക്ബറിന് 1 അഭിഷേകിന് 2 കൊടുത്തു. ഇപ്പോൾ അഭിഷേകിന്റെയും നൂറയുടെയും കയ്യിൽ 2 ബ്ലാക്ക് കോയിനായി. ഇന്ന് ബ്ലാക്ക് കോയിൻ കിട്ടും എന്ന് നൂറ വിചാരിച്ചു. അതുകൊണ്ടാണ് ഇന്നലെ അങ്ങനെ ചെയ്തത്. എന്നാൽ ഇന്ന് ബിഗ് ബോസ് വേറൊരു ഗെയിം കളിച്ചു. ഇന്ന് ബ്ലാക്ക് കോയിൻ ഒന്നും കൊടുത്തില്ല. ടാസ്ക് തോറ്റതോടെ അടുത്ത ആഴ്ചത്തെ നൂറയുടെ ഡയറക്റ്റ് നോമിനേഷൻ പവർ നഷ്ടമായി. അഭിഷേക്, നൂറ രണ്ടുപേരുടെ കയ്യിലും 2 ബ്ലാക്ക് കോയിൻ ഉണ്ട്. എന്നാൽ വീട്ടുകാരുടെ ഭൂരിപക്ഷ തീരുമാനമനുസരിച്ച് നൂറ അടുത്തയാഴ്ച ഡയറക്റ്റ് നോമിനേഷൻ ലിസ്റ്റിലും വന്നു.